Hi friends, welcome to the coffee mug. ഇന്ന് നമുക്കൊരു റെസ്റ്റോറന്റ് സ്റ്റൈലിൽ വെജിറ്റബിൾ മഞ്ചൂരിയൻ ഡ്രൈ തയ്യാറാക്കാം. ഇതൊരു അടിപൊളി സ്റ്റാർട്ടറും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നാനിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷും കൂടിയാണ്. എല്ലാ പ്രായക്കാരും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് മഞ്ചൂരിയൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ബോൾസ് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് അളവ് കപ്പിന് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാബേജ്, 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, 1/4 കപ്പ് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ ബീൻസ്, 1/4 കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്, 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലോർ. ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചും കൂടി ഒന്ന് കുഴച്ച് ചെറിയ ബോളുകളായി ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വെജിറ്റബിൾസ് ബോളാക്കിയെടുക്കുമ്പോൾ മുറുകിയിരുന്നില്ലെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകും. ഞാനിവിടെ 2 ടീസ്പൂൺ മൈദ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിവ ചെറിയ ബോളുകളായി ഉരുട്ടിയെടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സൈസിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളവയും ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. നമുക്കിനി വെജിറ്റബിൾ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. ഞാനിവിടെ ഈ ബോൾസുകൾ പകുതി മുങ്ങിക്കിടക്കാനുള്ള എണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ബോളുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ പുറഭാഗം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും അകത്ത് വെജിറ്റബിൾസ് ഒന്നും വെന്ത് കിട്ടുകയും ചെയ്യത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇവ ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതൊരു ടിഷ്യൂ പേപ്പർ വിരിച്ച് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളവയും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മഞ്ചൂരിയൻ സോസ് ഉണ്ടാക്കണം. അതിനായി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത്, 1/4 കപ്പ് ചോപ്പ് ചെയ്ത സവോള, അതായത് ഒരു മീഡിയം സൈസിലുള്ള സവോളയുടെ പകുതി. ഇവ ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. സവാള ഒത്തിരി വെന്തൊന്നും പോകണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ സവാള ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അടുത്തതായി സോസുകൾ ചേർത്ത് കൊടുക്കാം.
2 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ്, 3 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ വിനാഗിരി ഇവ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇതിലേക്ക് വിനാഗിരി ചേർക്കുമ്പോൾ സോസുകളുടെ പുളി നോക്കിയിട്ട് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് കോൺസ്റ്റാർച്ച് ആണ്. അതിനായി ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺസ്റ്റാർച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്രേവി തിക്കായി കിട്ടും. ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഗ്രേവിയുമായി മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കി എടുക്കുമ്പോൾ ബോൾസ് പൊട്ടിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ച് ഇളക്കിയെടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് വിതറിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മഞ്ചൂരിയൻ ഡ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ സ്റ്റാർട്ടറാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്